മധുരത്തിനോട് കുട്ടിക്കാലം മുതൽക്കേ ഉണ്ടായിരുന്ന പ്രിയം ചോക്ലേറ്റ് നിർമ്മാണത്തിലേക്ക് നയിച്ച കഥയാണ് റിട്ടയേർഡ് കമാൻഡന്റ് CT കുരുവിളയ്ക്ക് പറയാനുള്ളത്. കൊക്കോ ഉപയോഗിച്ചുണ്ടാക്കുന്ന പൗഡറിൽ നിന്ന് പലതരം ചോക്ലേറ്റുകൾ ഉണ്ടാക്കുക എന്ന ആശയവും അങ്ങനെ ഉണ്ടായതാണ്. ബേസിക്കലായിട്ട് ഞങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും കിട്ടുന്ന കൊക്കോ ഉപയോഗിച്ചിട്ട് എസ്റ്റേറ്റിൽ നിന്ന് സോഴ്സ് ചെയ്യുന്ന കൊക്കോ ഉപയോഗിച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആദ്യം. അത് കഴിഞ്ഞിട്ട് ആ ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കാണുന്ന പദാർത്ഥങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത്, കൺഫെക്ഷണറി ഐറ്റംസ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേക വ്യത്യാസം ഞങ്ങൾ ബേസിക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ കൂടിയാണെന്നുള്ളതാണ്. സാധാരണ ചെറിയ തോതിൽ ഞങ്ങളുടെ വേരിയേഷൻസ് ഉള്ള ചോക്ലേറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾ കുറവാണ്. കൊക്കോയിൽ ഇൻട്രസ്റ്റ് വരാൻ കാര്യം ചോക്ലേറ്റിലുള്ള ഒരു ഇൻട്രസ്റ്റ് കേരളത്തിൽ ഇത് കിട്ടുമോ ഒരു കാര്യം കൂടി ഉണ്ടായിട്ടാണ് കൊക്കോയിൽ ഇൻട്രസ്റ്റ് ഉണ്ടായത്. ഞാൻ നേവിയിലായിരുന്നു. നാഷണൽ ഡിഫൻസ് അക്കാഡമി വഴിയാണ് നേവിയിൽ ജോയിൻ ചെയ്തത്. ഞങ്ങൾ ചെറുപ്പകാലത്ത് ചോക്ലേറ്റ് കിട്ടിയിരുന്നത് കാഡ്ബറി ഡയറി മിൽക്ക് മാത്രമായിരുന്നു. അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് അതിന് വലിയ വിലയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിലയായിരുന്നു. അതായത് വല്ലപ്പോഴൊക്കെ അത് കഴിക്കാൻ പറ്റുമുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ആളുകൾ കോമ്പൗണ്ട് എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ് പോലെയുള്ള ഒരു പദാർത്ഥമായിരുന്നു ജനറലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, കാഡ്ബറി അല്ലാതെ. അതിനും ചോക്ലേറ്റിൻ്റെയും തമ്മിലുള്ള ടേസ്റ്റിലും ആരോഗ്യ ഗുണങ്ങളിലും വ്യത്യാസമുണ്ട്. അതിൻ്റെ വ്യത്യാസം ചോക്ലേറ്റിൽ കൊക്കോ ബട്ടർ മാത്രമേ ഉള്ളൂ ഫാറ്റായിട്ട്, മറ്റേതിൽ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽസാണുള്ളത്. അപ്പോൾ ഫ്ലേവറിലും വ്യത്യാസം ഉണ്ടാകും, ഹെൽത്ത് ആസ്പെക്ട്സിലും വ്യത്യാസം ഉണ്ടാകും. പക്ഷേ വില കൂടുതലാണ് ചോക്ലേറ്റിന്. അപ്പോൾ അതിനുള്ള വിലക്കുള്ള ഗുണമുണ്ടോ എന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. അത് മാറി തുടങ്ങുന്നുണ്ട്. കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന കൊക്കോ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നാണ് ചോക്ലേറ്റായി മാറുന്നത്. പ്രകൃതിദത്തമായ രീതിയിലാണ് ചോക്ലേറ്റ് നിർമ്മാണം. ചോക്ലേറ്റും കോമ്പൗണ്ടും തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം ഞാൻ പറഞ്ഞതുപോലെ ചോക്ലേറ്റിൽ കൊക്കോ ബട്ടറാണ് ഫാറ്റ്, കോമ്പൗണ്ടിൽ വെജിറ്റബിൾ ഓയിൽസ് ആണ് ഫാറ്റ്. അപ്പോൾ കൊക്കോ ബട്ടർ പോളിമോർഫസ് ആണ്, അതാണ് വ്യത്യാസം. വെജിറ്റബിൾ ഓയിൽസ് സാധാരണ പോളിമോർഫസ് അല്ല. അതായത് കോമ്പൗണ്ട് ഉപയോഗിക്കുമ്പോൾ വെറുതെ ഉരുക്കിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. ചോക്ലേറ്റ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് പോളിമോർഫസ് ആയതുകൊണ്ട് ടെമ്പറിങ് എന്നുള്ളൊരു പ്രോസസ്സ് ഇതിന് ചെയ്യേണ്ടി വരുന്നുണ്ട്. ടെമ്പറിങ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് ചോക്ലേറ്റിൻ്റെ സ്റ്റേബിൾ പോളിമോർഫസ് ഫോംസ് രണ്ടെണ്ണം ഉണ്ട്. അതിലേതെങ്കിലും ഒന്നിലോട്ട് ഡയറക്റ്റായിട്ട് ചോക്ലേറ്റിലെ കൊക്കോ ബട്ടർ സെറ്റ് ചെയ്യുന്നതാണ് ടെമ്പറിങ്. ഗുണമേന്മയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തതാണ് കൊക്കോ ക്രാഫ്റ്റിനെ വ്യത്യസ്തമാക്കുന്നതെന്നും നിർമ്മാതാക്കൾ. ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിനാവശ്യമായ കൺഫെക്ഷണറി ഇവിടെ ലഭിക്കും. മാത്രമല്ല, ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന രീതികളും വ്യത്യസ്തവും രസകരവുമാണ്. ചോക്ലേറ്റ് വെസലിലിട്ടിട്ട് അത് ചൂടാക്കി ഉരുക്കും. ചൂടാക്കിയിട്ട് 45 ഡിഗ്രി വരെ ചൂടാക്കും. 42 മതി, പക്ഷെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 45 വരെ നമ്മൾ ചൂടാക്കുന്നുണ്ട്. ആ ചൂടാക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ഉരുകും. അതിൻ്റെ അകത്ത് ക്രിസ്റ്റലൈൻ ഫോംസ് ഒന്നും ഉണ്ടാവില്ല, പോളിമോർഫസ് ഫോംസ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഉരുകും. അത് കഴിഞ്ഞിട്ട് അത് 35 ഡിഗ്രിയിലോട്ട് കൂളി ചെയ്ത് കഴിഞ്ഞിട്ട് 6ാമത്തെ ഫോമിലോട്ടുള്ള പ്രിപ്പയർഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് അതിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അത് ടെമ്പേർഡാവും. അതായത് 1 കിലോയ്ക്ക് 10 ഗ്രാം ക്രിസ്റ്റൽസ് വെച്ച് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്കും ടെമ്പേർഡാവും. പിന്നെ നമ്മൾ ഉദ്ദേശം ആ 35 അധികം കുറയരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ടെമ്പറേച്ചർ സ്റ്റേബിൾ ആയിട്ടുള്ള എക്വിപ്മെൻ്റ് ഉണ്ട്. വീടുകളിൽ ചെയ്യുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരുമാതിരി വേഗതയിൽ ചെയ്ത് തീർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ടെമ്പറേച്ചർ അധികം താഴുന്നതിന് മുമ്പ് പണി തീർക്കണമെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. വിവിധ രുചികളിൽ ചോക്ലേറ്റുകൾ ഉണ്ടാക്കാം. കൊച്ചിയിലെ കൊക്കോ ക്രാഫ്റ്റ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ എത്തുന്നവർക്ക് ചോക്ലേറ്റ് വീട്ടിൽ ഉണ്ടാക്കുന്നതിനാവശ്യമായ ബാറുകൾ ലഭിക്കും. ഇതുപയോഗിച്ച് വിവിധ രുചികളിൽ മധുരം നുണയാം. ചോക്ലേറ്റ് നിർമ്മാണം നേരിൽ കാണാനും താല്പര്യമുള്ളവർക്ക് പഠിക്കുന്നതിനും ഇവിടെ സൗകര്യമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കൊക്കോ ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഭാര്യയും മകൾ സഞ്ജനയും ബിസിനസ്സിൽ കുരുവിളയോടൊപ്പമുണ്ട്.